ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 47ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളുമാണ് ഇതിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് 20 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോന്നായിക്കൊണ്ട് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ഗാബി ഗോളാണ്. ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ സാന്റോസ് സ്വന്തമാക്കുകയാണ്. അത്തരത്തിലുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഒരുപാട് തവണ നമ്മളത് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ആ ഒരു ഡീൽ പൂർത്തിയാവുകയാണ്. മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോയിൽ നിന്നാണ് ഗാബി ഗോൾ സാന്റോസിലേക്ക് എത്തുന്നത്. നെയ്മറുടെ സഹതാരമായി കൊണ്ടാണ് അദ്ദേഹം കളിക്കുക. ഇനി രണ്ടാമത്തേത് ഒരു പരിശീലകനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ലിയാം റൊസേനിയർ എന്ന ഒരു പരിശീലകനാണ്. ഇന്നലെയായിരുന്നു ചെൽസി മുഖ്യ പരിശീലകനായ എൻസോ മരസ്കയെ പുറത്താക്കിയത്. പകരം അവരിപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പരിശീലകൻ അത് ലിയാം റൊസേനിയർ തന്നെയാണ്. ഫ്രഞ്ച് ക്ലബ്ബായ സ്ട്രാസ്ബർഗിന്റെ പരിശീലകനാണ് ഇദ്ദേഹം ചെൽസിയുടെ പരിശീലകനായിക്കൊണ്ട് എത്താൻ ഇപ്പോൾ വളരെയധികം സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ താരം അത് ടാറ്റി കാസ്റ്റയ്യനോസ് ആണ്. അർജന്റീൻ സൂപ്പർ താരമായ ഇദ്ദേഹത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. 29 മില്യൺ യൂറോയാണ് ഈ അർജന്റീനക്കാരനായ സ്ട്രൈക്കർക്ക് വേണ്ടി ഇംഗ്ലീഷ് ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തേത് മറ്റൊരു അർജന്റീൻ താരവുമായി ബന്ധപ്പെട്ടതാണ്. വാലന്റീൻ കാർബോണിയാണ് ആ താരം. യുവ സൂപ്പർ താരമായ ഇദ്ദേഹം ഇന്റർ മിലാന്റെ താരമാണ്. എന്നാൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടുകയാണ്. റൈസിംഗ് ക്ലബ്ബാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് ബ്രണ്ണൻ ജോൺസൺ ആണ്. ഈ താരത്തെ ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ടോട്ടൻഹാമിന് വേണ്ടിയായിരുന്നു ബ്രണ്ണൻ ജോൺസൺ കളിച്ചിരുന്നത്. 33.5 മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് ചിലവഴിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ വ്യക്തി അത് എൻസോ മരസ്കയാണ്. ചെൽസി അദ്ദേഹത്തെ പുറത്താക്കിയതിന് പിന്നാലെ മറ്റൊരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ പരിശീലകനിൽ വലിയ താല്പര്യമുണ്ട്. എന്നെങ്കിലും പെപ്പ് പുറത്തു പോകുമ്പോൾ പകരം എൻസോ മരസ്കയെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റി ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് റഹീം സ്റ്റെർലിംഗ് ആണ്. ചെൽസി താരമായ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി വെസ്റ്റ് ഹാം യുണൈറ്റഡ് ശ്രമിച്ചിരുന്നു. ലോണിൽ കൊണ്ടുവരാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ സ്റ്റെർലിംഗ് തന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുൾഹാമിലേക്ക് പോവാനാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തേത് സെർജിയോ റാമോസുമായി ബന്ധപ്പെട്ടതാണ്. സ്പാനിഷ് ക്ലബ്ബായ സെവിയ്യയെ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് സെർജിയോ റാമോസ് ഉള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സ്പെയിനിൽ നിന്നും വരുന്നത്. ഇതിനോടകം തന്നെ ഒരു പർച്ചേസ് ഓഫർ ക്ലബിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് സെവിയ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റാമോസ് ആവട്ടെ നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. ക്ലബ്ബ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ക്ലബിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചെത്താനും സാധ്യതയുണ്ട്. നേരത്തെ സെവിയ്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സെർജിയോ റാമോസ്. ഇനി 9 ഹൂലിയൻ ആൽവരസുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് വരുന്ന സമ്മറിൽ ഹൂലിയനെ കൊണ്ടുവരാൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. പക്ഷെ പ്രഥമ പരിഗണന ഈ താരത്തിന് നൽകുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം വലിയ തുക തന്നെയാണ്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് ഹൂലിയന് വേണ്ടി വലിയ ഒരു തുക ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി 10ാമത്തെ താരം അത് കോണർ ഗല്ലഗർ ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് താരമായ ഗല്ലഗറിനെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. പക്ഷെ ലോണിൽ അദ്ദേഹത്തെ കൈവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അത് അത്ലറ്റിക്കോ തന്നെ അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായി കൊണ്ട് കൈവിടാൻ മാത്രമാണ് അത്ലറ്റിക്കോ ഉദ്ദേശിക്കുന്നത്. ഇനി 11ാമത്തെ താരം അത് മാർക്ക് ഗ്യൂഹിയാണ്. പ്രതിരോധ നിരയിലേക്ക് ഈ താരത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ റയൽ മാഡ്രിഡ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താരത്തിന്റെ ക്യാമ്പുമായി അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമമായ AS ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ലിവർപൂൾ, ചെൽസി തുടങ്ങിയ പല ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി 12ാമത്തെ താരം മുഹമ്മദ് സലായാണ്. ലിവർപൂളിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സലാ ഈ ജനുവരിയിൽ സൗദി അറേബ്യയിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ കാര്യങ്ങൾ ഒന്ന് തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സലാ ജനുവരിയിൽ ക്ലബ്ബ് വിടാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിന്റെ മുൻ ക്ലബ്ബായ റോമക്ക് സലായെ തിരികെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സാലറി അവർക്കിപ്പോൾ വലിയ ഒരു തടസ്സമായി കൊണ്ട് നിലകൊള്ളുകയാണ്. ഇനി 13ാമത്തെ താരം അത് എലിയറ്റ് ആൻഡേഴ്സൺ ആണ്.
നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി കളിക്കുന്ന താരമാണ് ആൻഡേഴ്സൺ. മധ്യനിര താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി 14ാമത്തെ താരം അത് മാനുവൽ ഉഗാർത്തയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയ്ക്ക് താല്പര്യമുണ്ട്. ആദ്യം ലോണിലും പിന്നീട് സ്ഥിരപ്പെടുത്താനുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. 20 മില്യൺ യൂറോയാണ് ഇദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് അവർ കണ്ടുവച്ചിട്ടുള്ളത്. നിലവിൽ താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുക്കമാണ്. 15 സാവിഞ്ഞോയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ടോട്ടൻഹാം ഈ ഒരു താരത്തിന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ടോട്ടൻഹാമിന് ബ്രണ്ണൻ ജോൺസനെ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാവിഞ്ഞോയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരിപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 16 ആർദ ഗുലറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ ആഴ്സണലിന് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. ലോണിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. പക്ഷേ റയലിന്റെ പരിശീലകനായ സാബി അലോൺസോ ഇദ്ദേഹത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സാബിയുടെ പ്ലാനുകളിൽ ഇപ്പോൾ ആർദ ഗുലറിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്സണലിന്റെ ഈ ഒരു മോഹം നടന്നേക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 17 റോബർട്ട് ലെവൻഡോസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കൻ ക്ലബ്ബായ ഷിക്കാഗോ ഫയർ ഇദ്ദേഹത്തിന്റെ ഏജന്റായ പിനി സഹാവിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷെ, അതുപോലെ തന്നെ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അവർക്ക് വലിയ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ്. 18 മാർക്കോസ് സനസി, ബേൺമൗത്തിന്റെ അർജന്റീൻ പ്രതിരോധ നിര താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി വരുന്ന സമ്മറിൽ കാര്യമായി ശ്രമിക്കാൻ ഇപ്പോൾ FC ബാഴ്സലോണ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 19 കോബി മൈനു, ഈ താരത്തെ ലോണിൽ കൊണ്ടുവരാൻ എവേർട്ടിന് താല്പര്യമുണ്ട്. പക്ഷേ കോബി മൈനു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലബിനകത്ത് തുടർന്നുകൊണ്ട് തന്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യുണൈറ്റഡിന്റെ മറ്റൊരു താരമായ സിർക്സിയെ ലോണിൽ കൊണ്ടുവരാനും എവേർട്ടിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ഇനി 20ാമത്തെ താരം അത് നഥാൻ എക്കെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡറായ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് താല്പര്യമുണ്ടായിരുന്നു. അവർ നഥാന് ഒരു ഓഫർ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നഥാൻ എക്കെ ആ ഒരു ഓഫർ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് 20 താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.